ചോദിക്കണം കേട്ടോ. പട്ടാപ്പകൽ ഭവനവേദനവും മർദ്ദനവും നടത്തിയ ഒരു അക്രമിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കിളിന്റെ മൂക്കിന്റെ താഴത്ത് വെച്ചാ സംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ ചാവമാർക്ക് കൈക്കൂലി കൊടുക്കാത്തോണ്ടായിരിക്കും അതിനകത്ത്. കൈക്കൂലി വേണമെങ്കിൽ കൊടുക്കാലോ. അവന്റെ ആ ടീച്ചറുടെ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. അന്തസ്സുള്ള ഒരു മനസമാധാനത്തോടെ താമസിച്ചിരുന്ന ഒരു കോളനി ആയിരുന്നു ഇത്. അവനെ അവളെയും പിടിച്ചു കെട്ടി കൈയും കാലം തല്ലുപിടിച്ചാൽ ചോദിക്കാൻ പോലീസ് ഇങ്ങോട്ട് വന്നേക്കരുത്. സർക്കിളിനെ പറ്റി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അദ്ദേഹം അവനെ അറസ്റ്റ് ചെയ്താലുണ്ടല്ലോ, അറസ്റ്റ് ചെയ്ത പോലെ ഇരിക്കും. തെളിവിന്റെ സകലമാന പേരുകളും പിഴുതെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യൂ. പിന്നെ അവന്റെ അപ്പം വിചാരിച്ചാൽ പുറത്തു വരാൻ പറ്റില്ല. മൂപ്പരാരാ മോൻ? ടീച്ചർക്ക് ഇന്ന് സ്കൂളില്ലേ? ഇല്ല. ഇതൊക്കെ തന്നെയാ ചെയ്യാ? ഒരു സഹായത്തിന് ആരെങ്കിലും വെച്ചൂടെ? ഭർത്താവിന്റെ കത്തൊക്കെ വരാറുണ്ടോ? ഉണ്ട്. പോയിട്ടിപ്പോ 1-2 കൊല്ലമായില്ലേ? ഇടയ്ക്കൊന്ന് വന്നു പോയാലെന്താ അങ്ങർക്ക്? ഈ പ്രായത്തിൽ ഒന്നിച്ചു കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തോന്ന് ഭാര്യയും ഭർത്താവുക? അതിപ്പോ അങ്ങർക്കൂടി തോന്നണ്ടേ? ആ, അതാ ഞാൻ പറഞ്ഞത് അങ്ങേര് ശരിയല്ലെന്ന്. നമ്മൾ സ്ത്രീകൾ എപ്പോഴും ഒരാന്തണ കൊതിക്കുന്നവരാ. അതുകൊണ്ടാ ഞാൻ ടീച്ചറിനെ കുറ്റപ്പെടുത്താത്തത്. കുറ്റപ്പെടുത്താനോ? അല്ല, കോളനിക്കാർക്ക് കുറ്റം പറയാൻ വല്ലതും വേണോ? നമ്മളായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കിയിട്ടാണെന്ന് വെച്ചോ. വർക്കിച്ചിന്റെ വീട്ടിൽ കയറി ചെന്ന് അടിയും ബഹളം ഉണ്ടാക്കി ഒരുത്തനെ ടീച്ചർ ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കല്ലേ. ഊർക്കയാണെങ്കിലും നല്ല തടിയും എടുക്കുള്ള ആളല്ലേ. അപ്പൊ അതാണ് പ്രശ്നം. പതിവില്ലാത്ത വരവിന്റെ ഉദ്ദേശം എനിക്കിപ്പോഴാ പിടികിട്ടിയത്. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കില്ലേ. ഞാൻ ടീച്ചറിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എന്റെ സമ്മതമില്ലാതെ ആരും എന്നെ എങ്ങനെ സ്നേഹിക്കണ്ട. ചേച്ചിക്കറിയാമോ, ഒരു പണക്കാരനെ സ്നേഹിച്ചില്ല എന്ന കുറ്റത്തിന് സ്വന്തം അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാണ്. അവർക്കില്ലാത്ത സ്നേഹമുണ്ടോ ചേച്ചിക്ക് എന്നോട്? സ്നേഹം പോലും ഇതൊരു തരം ജന്മവാസനയാ. അപവാദം പറഞ്ഞും കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖം. പോവാ. ഈ കോളനി കിടന്ന് അധികാരം മനസ്സാവെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഞാൻ സെക്രട്ടറി ഒന്ന് കാണട്ടെ. ഭാരതി, ഭാരതി, നീ വന്നേ. എന്തേ? നീ വന്നേന്ന്. ഇതാ വരുന്നു. നീ വേഗം വാ. എന്താ? അവളുടെ ഭർത്താവ് ആ ദുബായിക്കാരൻ പെട്ടിയും പ്രമോണായിട്ട് വന്നേക്കുന്നു. ടീച്ചറുടെയോ? ചേച്ചി കൊണ്ട് പോക്കോ, ഞാനിപ്പോ വരാം. അല്ല, ബാലേന്ദ്രൻ വന്ന ആരെത്തന്നെ അത് നിൽക്കുകയാണോ? ഇല്ല, ഇത് വേറെ കാല. ഒരു മാറ്റമില്ല, അതേ സ്വഭാവം തന്നെ. ഇത്തിരി തടി കൂടിയിട്ടുണ്ട്. അല്പം കുറഞ്ഞിരിക്കുക. അതെയോ? എന്നാ അതിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും ഇപ്പൊ വളരെ ഗ്ലാമർ വെച്ചിട്ടുണ്ട്. ശരിയാ. പൂട്ടിയിട്ടിരിക്കുന്ന അകത്തേക്ക് കയറാൻ വയ്യ. അല്ല, ബാലം വരുന്ന വിവരം ടീച്ചർക്ക് എഴുതിയിരുന്നില്ലേ? കൃത്യമായിട്ടൊരു ദിവസം അറിയിക്കാൻ പറ്റിയില്ല. ഇന്നലെ ആ ടിക്കറ്റ് ഓക്കെ ആയത്. എത്ര നേരം എന്ന് പറഞ്ഞാ പുറത്ത് നിൽക്കുക. ഇന്ന് ബാലൻ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ ഇരിക്കാം. മോനെ, സ്കൂളിൽ ചെന്ന് ടീച്ചറിനോട് പറ ബാലേട്ടൻ വന്നിട്ടുള്ള വിവരം. ഒന്ന് പോയി പറഞ്ഞു. ഞാനിപ്പോ സ്കൂളിലോട്ട് ചെന്നാല്. അത് ശരിയാ. ഇനിയിപ്പം അവിടെ ചെന്ന് പറഞ്ഞ അവൻ ഇഷ്ടപ്പെടുവോ എന്തോ. അവനോ? ഏതവൻ? അത് ചേച്ചി, നമ്മളതിന് ആവശ്യമില്ലാത്തവരൊക്കെ പറയാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട, ഉണ്ടായില്ല. അല്ലേലും ഒരു വയസ്സ് മാത്രം വഴിയായിരുന്നത് ശരിയല്ലല്ലോ. അവളൊരു പെണ്ണല്ലേ. 2 കൊല്ലത്തിലധികമല്ലേ ബാലിനോടെ വന്നിച്ച് പോയിട്ട്. നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി പറ. എന്റെ മനസ്സിലാക്കിയതിലോട്ട് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ഈ കോളേജിലുള്ള ആളുകളെല്ലാം കൂടെ ബാലേന്ദ്രൻ ഒരു കത്ത് എഴുതണമെന്ന് എഴുതിയിരിക്കുകയായിരുന്നു. നിങ്ങളൊന്നും വേണ്ടെന്ന്. 1000 മൈൽ അകലെന്ന് ഒരു മനുഷ്യൻ ഭാര്യയെ കാണണം, കുഞ്ഞിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ആർത്തിയോടെ വന്ന് നിൽക്കുക. അപ്പോഴാണ് അതൊക്കെ പറഞ്ഞേ. എന്ന് വെച്ചുള്ള കാര്യം പറയണ്ടേ? ഒന്നും പറയണ്ട. നിങ്ങൾ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയും. ഇന്നല്ലെങ്കിൽ നാളെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിയും. അപ്പൊ പിന്നെ എത്രയും നേരത്തെ അറിയുന്നല്ലേ നല്ലത്. മോനെ ബാലേന്ദ്ര, നമ്മൾ ആണുങ്ങൾ പാവങ്ങളാ. ഞാൻ ഇന്ന് വരെ എന്റെ നോവലുകളിൽ സ്ത്രീയെ പ്രകീർത്തിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് വഞ്ചനയുടെ പ്രതികരണം. അത് മാത്രം പറയരുത്. അവള് വഞ്ചിച്ചിട്ടില്ല. അത് ഒരു കാലത്തും ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ അല്ലാതെ എന്തായി കാണിച്ചേ? അവളൊരു കൊച്ചിന്റെ തള്ളയല്ലേ? നല്ല സൗന്ദര്യവും ആരോഗ്യമുള്ള ഒരു ഭർത്താവില്ലേ അവക്ക്? എവിടെന്നോ തെണ്ടി തിരിച്ചു വന്നൊരു ഗൂർഖയുടെ പുറകെ പോകാന്ന് വെച്ചാൽ? ഗൂർഖയോ? എന്റെ നിർമ്മലയെ പറ്റി തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? ബാലേന്ദ്രൻ അപ്സെറ്റ് ആകാതെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാ വേണ്ടത്. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിക്കണം ബാല. അതിക്രമം ഒന്നും കാണിക്കരുത്. കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ ഞങ്ങൾക്ക് വയ്യ.
അല്ല, ബാലേട്ടൻ അടുത്ത ആഴ്ച വരുമെന്നല്ലേ എഴുതിയിരുന്നത്? നില്ലടേ അവിടെ. നീയാണോടാ ഗൂർഖ? ബാലേട്ടാ, നിന്നോട് ചോദിച്ചില്ല. നീ എന്റെ ഭാര്യയും തമ്മിൽ എന്താടാ ബന്ധം? ആ ബാലേട്ടാ, ഓടി. എങ്ങനെയുണ്ട്? ഇങ്ങനെയെല്ലാം ഞാൻ ഇവരോട് പെരുമാറുമെന്നാവും നിങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലേ? ഐ എം സോറി. സ്വന്തം അച്ഛനമ്മമാരെ ആങ്ങളെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്നവളാ ഇവള്. എന്നെ മാത്രം വിശ്വസിച്ച്. നിങ്ങളല്ല, ദൈവം തമ്പരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും ശരി, ഇവളെ ഞാൻ അവിശ്വസിക്കില്ല. ഐ ആം വെരി സോറി. ഇല്ല പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, അവളും പെണ്ണല്ലേ, 2-3 വർഷം ഭർത്താവിനെ കാണാതിരുന്നാൽ ആശയും ആഗ്രഹങ്ങളും ഒക്കെ അടക്കി നിർത്താൻ പറ്റുമെന്നൊക്കെ. നിങ്ങളെ പോലെയാണ് എല്ലാ സ്ത്രീകളും ഒന്ന് കരുതിയോ? ഒരുമിച്ചൊരു കട്ടിൽ എന്നും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതുകൊണ്ട് മാത്രം ദാമ്പത്യമാവില്ല. അതിനപ്പുറത്ത് മനസ്സെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനാണ് യോജിപ്പ് വേണ്ടത്. മനസ്സിലായോ? കുറെ സദാചാരക്കാർ വന്നിരിക്കുന്നു. കള്ളക്കടത്തുകാരനും ക്ഷുദ്ര സാഹിത്യകാരനും കൂടെ ഒരുമിച്ചിറങ്ങിയിരിക്കില്ലേ നാട് നന്നാക്കാൻ. നീയാണടാ ആൺകുട്ടി. ആ ഇൻസ്പെക്ടറുടെ മോളെ കയറി പിടിക്കാൻ ശ്രമിച്ച മാനിനല്ലേ നീ? ആ പെൺകുട്ടി ഏതാണെന്നറിയോ നിനക്ക്? അത് ഇവന്റെ പെണ്ണ, ഇവൻ സ്നേഹിക്കുന്ന പെണ്ണ്. Stupid. ആ ഇനി നിങ്ങൾ ആരും അറിയാത്ത ഒരു കാര്യം കൂടെ പറയാം. ഇവൻ നേപ്പാളുകാരനും ഗൂർഖയും തേങ്ങയൊന്നുമല്ല. നിങ്ങളെക്കാളൊക്കെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ അറിയാവുന്ന ഒന്നാന്തരം ഒരു മലയാളി, സേതു. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ഒന്ന് സ്ഥലം വിട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ? ഓ, ഞാൻ പേടിച്ചു പോയി. കണ്ടോ, എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചിരുന്ന ഇവള് പോലും എന്റെ അഭിനയം കണ്ട് പേടിച്ചു പോയി. ഗൾഫൂണി മതിയാക്കി സിനിമ ചെല്ലേ ചില കഥ പറ. അന്തരാവോ രാം സിംഗ്, ആവോ ആവോ. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. സത്യം പറഞ്ഞ എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല. ചേച്ചേ, ഇമോഷണൽ ആകാതെ. നിർമ്മലയുടെ കത്തുകളിലൂടെ യു ആർ ജസ്റ്റ് ലൈക്ക് മൈ ബ്രദർ. നോ, യു ആർ മൈ ബ്രദർ. ആ നിർമ്മലേ, എനിക്കും തിങ്ങിനും അല്ല സേവനും വിശക്കുന്നുണ്ട്. വല്ല എടുത്തു. ഇപ്പൊ എടുക്കാം. അതാരാ നോക്കുമോളെ? മായ അല്ലേ? ഞാൻ കേട്ടറിഞ്ഞതിനേക്കാൾ സ്മാർട്ടാണല്ലോ ആള്. അച്ഛനല്ലേ? ഉണ്ട്, വരൂ. അയ്യോ, ഐ എം സോറി. ഞാൻ ബാലേന്ദ്രൻ. ആ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിപ്പിച്ചാൽ ക്ഷമിക്കണം. അങ്ങനൊന്നുമില്ല, ഇരിക്കൂ, ഞാൻ ഉടനെ വരാം. ഇരിക്കൂ. ഞാൻ മനസ്സിലായി. സൗകര്യമായിട്ട് കുറച്ചേരം സംസാരിക്കാൻ ഇപ്പോഴാണ് നല്ലതെന്ന് തോന്നി. അതിനെന്താ? എത്ര ലീവ് ഉണ്ട്? ഞാൻ നിർമ്മലയും മോനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നതാ. പെട്ടെന്ന് തിരിച്ചു പോകും. പിന്നെ ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. സേതുവിനെ ഞാൻ ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല. എങ്കിലും അയാളുടെ സാഹചര്യങ്ങളെ പറ്റി മനസ്സിലാക്കുമ്പോൾ സഹതാപമേ തോന്നുന്നു. സേതു അതാരാ? ഇവിടെ കോളനിയിൽ വാച്ച്മാനായിട്ട് ജോലി ചെയ്തില്ലേ? അയാൾ തന്നെ. അയാളൊരു തട്ടിപ്പുകാരനൊന്നുമല്ല. നമ്മുടെ ചുറ്റുപാടുകൾ അയാളെ അങ്ങനെ ആക്കി തീർത്തതാ. സേവനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാ. അയാൾക്ക് അവിടെ ജോലിയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പ് അയാളൊരു പെൺകുട്ടിയുടെ സ്നേഹത്തിലായി. ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ തമ്മിലാകുന്നു. മാസങ്ങൾക്ക് മുമ്പ് അവർ വീണ്ടും കാണാനിടയായി.
പെൺകുട്ടിക്ക് ഇപ്പൊ അവന് വലിയ ദേഷ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിൽ അടുക്കുന്നതാണല്ലോ നല്ലത്. പക്ഷേ സേതുവിന് ഭയമാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കുമോ എന്ന് അയാൾക്ക് വലിയ സംശയം. അല്ല, ഇതിലിപ്പോ ഞാൻ പറയാം. സാറിന്റെ മകൾ മായയാണ് ആ പെൺകുട്ടി. സാമ്പത്തികമായ അന്തരമുണ്ട്. പക്ഷേ ഒരു കുടുംബം പോറ്റാനുള്ള കഴിവ് സേതുവിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ തന്നെ ഇതിവിടെ വന്ന് പറയുന്നത്. മിസ്റ്റർ ബാലേന്ദ്രൻ, ഞാനൊരു യാഥാസ്ഥിതിയൊന്നുമല്ല. അഥവാ ആണെങ്കിൽ തന്നെ എന്റെ മകൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ ഒരുക്കമാണ്. പക്ഷെ അതല്ല കാര്യം. ഒരു വിവാഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മായ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ലെന്ന് തോന്നുന്നു. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൾ ചിരിച്ചു കളിച്ച് നടക്കുന്നു മാത്രം. പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ളൊരു അഭിനയം. ഷീസ് എ വിഡോ. കല്യാണം കഴിഞ്ഞ 7-ാം ദിവസം ഒരു ആക്സിഡന്റിൽപ്പെട്ട അവളുടെ ഹസ്ബൻഡ് മരിച്ചു. അതിന്റെ ആഘാതത്തിൽ നിന്നും എന്റെ മോൾ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. മാഷേ, താനെന്ന് അപ്സെറ്റ് ആകാതിരിക്കണോ? വിചാരിക്കുന്നത് മുഴുവൻ നടന്ന പിന്നെ ജീവിതത്തിൽ എന്താ ഒരു ത്രില്ലുള്ളത്? എന്താണോ ഇത്? താൻ അവളെ കാണണം, കണ്ട് സംസാരിക്കണം. എന്തൊക്കെയായാലും നീയായിരുന്നു ആ കുട്ടിയുടെ മനസ്സിലെ ആദ്യത്തെ പുരുഷൻ. മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് അവൾക്കൊരു ആശ്വാസമായിരിക്കും. എനിക്ക് അവളുടെ മുമ്പിൽ ചെന്നിക്കാനുള്ള ശക്തിയില്ല. ശക്തി എന്തിനാ ഗുസ്തി പിടിക്കാനോ? ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും ഒരു ഭീരുവിനെ പോലെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ് തനിക്ക് പറ്റിയ കുഴപ്പം. താൻ അവളെ കാണാൻ വേണം, കണ്ട് സംസാരിക്കാൻ വേണം. മനസ്സിലായോ? വെറുതെ മനുഷ്യനാണ്. വരൂ. ആദ്യം കരുതിയത് വെറുപ്പ് കൊണ്ടാണെന്നാണ്. ആളറിയാഞ്ഞിട്ടാവും എന്ന് പിന്നീട് വിചാരിച്ചു. ഞാൻ നോക്കിയതും കണ്ടതുമൊക്കെ എന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമായിരുന്നു. മായയുടെ മനസ്സിലൊരു തീയുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വിഷമിക്കരുത്, ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞ മായയ്ക്ക് ആശ്വാസമാവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ദുഃഖമില്ലല്ലോ. ആദ്യത്തെ ഷോക്ക് എനിക്ക് സേതുവിൽ നിന്ന് കിട്ടി. പിന്നെ ഒരു മരവിപ്പ് മാത്രമായിരുന്നു മനസ്സിലാകെ. അച്ഛൻ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും തന്നിരുന്നു. അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഒരു വിവാഹമായിരുന്നു അച്ഛൻ നിർദ്ദേശിച്ച മാർഗം. അതും ഇങ്ങനെ ആയപ്പോ അച്ഛന്റെ പ്രയാസം മാറ്റുക എന്നുള്ളതായി എന്റെ ജോലി. ഭർത്താവ് മരിച്ചൊരു പെൺകുട്ടിയായി ഒരിക്കലും ഞാൻ അച്ഛന്റെ മുമ്പിൽ ചെന്നില്ല. സേതുവിന്റെ കോംപ്ലക്സുകളൊക്കെ വെറുതെ ആയിരുന്നു. എനിക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ. ഞാനത് അറിഞ്ഞില്ല. വേണ്ടതുപോലെ മായയെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. യാത്ര തിരിക്കും മുമ്പ് എന്റെ ആശ്വാസത്തിനായി മായ ഒരിക്കലെങ്കിലും എന്നോട് പറയും, എന്നോട് വെറുപ്പില്ലെന്ന്. ഇല്ല സേതു, ഒരിക്കലും ഒരിക്കലും എനിക്ക് സേതുവിനെ വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല.
മറ്റൊന്നും എനിക്കറിയില്ല. മായ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ കൂടെ വരൂ എന്ന് ധൈര്യത്തോടെ വിളിക്കാൻ എനിക്കിനി സമയം വേണം. അതുവരെ മായ കാത്തിരിക്കൂ. വരട്ടെ.